ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്നുള്ള ഒരു വരവേന്നു. അപ്പം എന്തായാലും ചെറിയൊരു ഭാഗമാണ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെയും പിന്നെ ഇവിടെ എത്തിയിട്ട് രാത്രിയിലത്തെ ചെറിയൊരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ എല്ലാവരും കണ്ടുവരി. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലേ ഞാനിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാ അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ശ്രീകുട്ടനെ നേരെ സ്കൂളിൽ നിന്ന് പോയിക്കിയത് കേട്ടോ. പിന്നെ കണ്ണൻ അംഗനവാടി പറഞ്ഞയച്ചില്ല, അങ്ങനെ പോകണതാണ്. പിന്നെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ ഇത് ഞങ്ങൾ അങ്ങോട്ട് പോണതും പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്നതിൻ്റെയും ഭാഗമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഞാനെന്ന് വെച്ചാൽ പോയിട്ട് പിറ്റേ ദിവസം തന്നെ പോകുകയും ചെയ്തതാണ്. അപ്പോഴേക്കും അധികം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വീഡിയോ ആണ്. ഒന്ന് ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയാണ്. പിന്നെയുള്ളൊരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് അമ്മയും ഞാനും തമ്മിൽ ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ, അതെന്തായാലും ഇതിന് പുറമെ വരും. അപ്പോൾ അതാ നമ്മളെ റോഡ് പണി പുരോഗമിക്കണേ എന്താണ് ഇത് ഞങ്ങളിവിടെ സ്പിന്നിങ് മില്ലുള്ള ഭാഗം കേട്ടോ. അങ്ങനെ ശ്രീകുട്ടിയും കണ്ണനൊക്കെ ഒരു ഉറക്കമിറങ്ങിയൊക്കെ കഴിഞ്ഞാണ്. അതാ ഞങ്ങളിവിടെ വീടെത്തി. അപ്പോൾ നവ്യയും ഞാനും ഒരു ലൈവിലൊക്കെ പോയിരുന്നു അവളെ ചാനലിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരും അമ്മയും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് കുറിയൊക്കെ തൊട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇവർ കളിക്കണം. പിന്നെ അൻകുട്ടി അവിടെ ഇതാ ഫോണ് കാണേ, വേറെ എന്തോ പണിയിലാണ് അവൾക്ക്. പിന്നെ അച്ഛൻ വന്നിട്ടില്ല, അച്ഛൻ വരാനാവണുള്ളൂ, അച്ഛൻ വിളിച്ചിട്ടില്ല. അച്ഛൻ 7 മണി 7:30 വരാൻ. അപ്പോൾ അതാ പിള്ളേർ കളിക്കുകയാണ്. പിന്നെ ഒരു 7 മണി 7:30 അച്ഛൻ വന്നപ്പോൾ അതാ പൂള പൊരിച്ച് കൊണ്ടുവന്നു. പിന്നെ ഇത് ബിരിയാണി കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അച്ഛൻ വാങ്ങിച്ചുകൊണ്ടുവന്നു കേട്ടോ. പിന്നെ അത് കൂടാതെ കഷ്ണം മീനും ഉണ്ട് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു. പിന്നെ എന്താ നന്ദുട്ടിയൊക്കെ പ്ലേറ്റ് ആയിട്ട് പോകുന്നുണ്ട് ബിരിയാണി കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കഴിച്ചു. പിന്നെ അച്ഛനിപ്പോൾ ചായ കുടിച്ചിട്ടുള്ളൂ. അച്ഛൻ ചായ കുടിച്ചിട്ട് പിന്നെ വേറെ എന്തോ അളവ് എന്തൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കൊലായി പോയി കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയും അമ്പുട്ടിയും കണ്ണനും കൂടി ബിരിയാണി കഴിക്കുക. കണ്ണന് പിന്നെ നമ്മളെ പൂള വറുത്ത കണ്ടപ്പോൾ അവന് ബിരിയാണി മാറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു 8 മണി 8:30 മാമൻ്റെ വീട്ടിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ രാവിലെ നേരത്തെ പോകും. അപ്പോൾ മാമയൊക്കെ ചിലപ്പോൾ നേരത്തെ അല്ല, അല്ലെങ്കിലും മാമയും പാപ്പനും ഇവരൊക്കെ പോകണതാണ്, പുറത്തേക്ക് പോകണതാണ്. അനുമോൾ സ്കൂളിൽ പോകും, അപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന്, മാമയും പണിക്ക് പോകും, പാപ്പനും പണിക്ക് പോകും. അപ്പോൾ അവരെ കാണാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ രാത്രി വന്നു. അപ്പോൾ പിന്നെ പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയത്, അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മാമ പറയുന്നത് ഒന്നുമില്ലടി കഴിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്, പിള്ളേർക്കും കൂടി ഒന്നുമില്ല കഴിക്കാനെന്ന് പറഞ്ഞിട്ട്. ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഒരു സാധനം വല്ലാണ്ട് വാങ്ങിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാപ്പൻ പുറത്ത് പോയിട്ടത് പിള്ളേർക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുന്നു. പിന്നെ നുറുക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ അപ്പം മാമ വന്നപ്പോൾ അപ്പോൾ മാമ അതാ ഞങ്ങൾക്ക് മഞ്ച് വാങ്ങി തന്നു. പിന്നെ എനിക്ക് അടിക്കാനുള്ളൊരു ഇതായിരുന്നു, അതിൻ്റെ ലൈനിങ് കൊണ്ടുവന്നു. പിന്നെ മഞ്ചും പേർക്കൊക്കെ കപ്പ് വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ മഞ്ചൊക്കെ വാങ്ങി കഴിച്ചു. നമ്മൾ എത്ര മിഠായി തിന്നാലും മഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ, അത് മുന്നിട്ട് നിൽക്കണമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഈ ഒരു വ്ളോഗ് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലത്തെ വ്ളോഗ് കേട്ടോ. ഒക്കെ ശരിയായിട്ടില്ല പറഞ്ഞിട്ട് സുധേട്ടനും ഉണ്ണിയും കൂടി നല്ല വേറെ ഓരോ സ്ഥലത്തേക്ക് കറങ്ങാൻ പോയത് കേട്ടോ. അപ്പോൾ അവർക്കും ശരിയായില്ല എന്നിട്ട് സുധേട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഉണ്ണി പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ പോയി. ഞാൻ രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചത് അല്ലേ. കണ്ണം കുളിച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഇതാ ഉണ്ണി പിന്നെ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ണി സുധേട്ടനോട് ഓരോരോ വർത്തമാനം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഉണ്ണി ചോദിക്കുന്നുണ്ട് അക്ക് എന്നെ വീഡിയോ എടുത്ത് മതിയില്ല ചോദിക്കുന്നുണ്ട്. പിന്നെ നവ്യ ഇതാ അവിടെ എനിക്ക് വേണ്ടിയിട്ടൊരു സാധനം തയ്ക്കട്ടോ അടിക്കട്ടോ. അപ്പം അതിൻ്റെ പണിയിലാണ് അവളിന്ന് തന്നെ അതിനാണ് ഞാൻ ആ ഒരു ലൈനിങ് പീസ് വാങ്ങിയത്. പിന്നെ സുധേട്ടൻ ഇവിടെ TV കാണുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ സുധേട്ടൻ പറഞ്ഞ് എൻ്റെ തല ഒന്ന് നോക്കി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സുധേട്ടൻ്റെ തല നോക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ചൊറിയുന്നുണ്ട് എന്നിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ താരനുണ്ട്, അപ്പോൾ അതിൻ്റെ കടിക്കുന്നുണ്ട്. പിന്നെ ശ്രീകുട്ടിൻ്റെ അടുത്ത് നിന്ന് കിടക്കില്ല. അപ്പോൾ ശ്രീകുട്ടിൻ്റെ തലയത്തെ നീരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈരൊക്കെ 2 ഒക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കൊടുക്കുക. അപ്പോൾ സുധേട്ടൻ നന്നായിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ പിള്ളേരതാണ് നല്ല കളിയിലാണ്. ശ്രീകുട്ടിയും കണ്ണനും അൻപിയൊക്കെ നല്ല കളീൻ്റെ റൂമിൽ അവർ തലേണയും പിന്നെ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി കളിക്കില്ല, അതേപോലെ ഉണ്ടാക്കി കളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒച്ചയിടുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മ അതവിടെ നല്ല അടുക്കള പണിയിലാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പോകണമെന്ന് വെച്ചിട്ടായിരുന്നു, ഒരു 11 മണിയൊക്കെ പോകണമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകിട്ടാക്കി എന്ന് വെച്ചാൽ ഒരു 2:30 ഒക്കെ
പോണത്. പിന്നെ ഞങ്ങളെ കൂടെ അമ്മയും വരുന്നുണ്ട് കേട്ടോ. ഹായ് എനിക്കുണ്ടോ എനിക്ക് വരുമ്മ ബൈ 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 അങ്ങനത്തെ വീട്ടിൽ നിന്ന് വന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു തൃപ്തി കിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് തൈകൾ അതാട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് ഉണ്ണീൻ്റെ വണ്ടി കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മ വരുന്നുണ്ട്, അമ്മയ്ക്ക് രാമനാട്ടർ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അമ്മ ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനെ രാമനാട്ടറൊക്കെ ആക്കി പിന്നെ അവിടുന്ന് തിരിച്ച് ഏസിനൊക്കെ കൊണ്ടാക്കിയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ പാപ്പൻ്റെ വീട് കണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അവർ രാവിലെ എല്ലാവരും പോകുന്നു ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ കണ്ട അവിടെ ഒരു പശുവിനെ കണ്ടിട്ട് പച്ച പശു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വന്നതും പോകുന്നതൊക്കെ ഈ ഒരു വീഡിയോ ഉണ്ട്. ഇനിയൊരു കുക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത ദിവസമായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ രാമനാട്ടർ അവിടെ റോഡ് പണി ആയതുകൊണ്ട് നമ്മൾ മഞ്ചേരി ഭാഗത്ത് കൂടെ രാമനാട്ടറുടെ മഞ്ചേരി റോട്ടിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ അപ്പുറത്തെ തിരൂർ തൃശ്ശൂർ റൂട്ടിലേക്കാണ് വരേണ്ടത്. പക്ഷെ അവിടെയൊക്കെ റോഡ് പണിയുണ്ട്, വേറെ റൂട്ടിൽ കൂടെ തിരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക റോഡ്. അങ്ങനെ അമ്മേൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് അമ്മേനെ ഞാൻ തിരിച്ച് ഏസി കൊണ്ടാക്കുന്നിടത്തേക്ക് കൊണ്ടാക്കി അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പം നോക്കി ഇത്ര വീട്ടിലുള്ള ഇന്നത്തെ വീഡിയോ.